ഞാൻ സിന്ദൂരി, ഇത് ഞാൻ എഴുതിയ ബുക്കാണ് ഹിഡുമ്പി. ഞാൻ സിന്ദൂരി, ഇത് ഞാൻ എഴുതിയ നോവലാണ് ഹിഡുമ്പി. കരികിലെത്തി ആസനസ്ഥനായപ്പോൾ ദീപത്തിൻ്റെ തിരിനീട്ടാൻ തുടങ്ങിയ അർജുനനെ തടഞ്ഞുകൊണ്ട് അമ്മ പറഞ്ഞു, അരുതുണ്ണി, വെളിച്ചം ഇപ്പോൾ നമ്മുടെ സാഹചര്യത്തിന് ഉചിതമല്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ. മോളെ ഈ ബുക്ക് എഴുതിയിട്ട് ഈ നോവൽ എഴുതിയിട്ട് എത്ര നാളായി? ഇതിപ്പോൾ ഒരു വർഷം. ഇപ്പം എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ ജേർണലിസ്റ്റാണ്. കൈരളി ന്യൂസിലെ ജേർണലിസ്റ്റാണ്. ഓക്കെ, ഒന്നിങ്ങനെ പിടിച്ചോളാം. ബുക്ക് ഇങ്ങനെ പിടിച്ചോ, നെഞ്ചിൽ വെച്ചോ. അത് സിന്ദൂരിയുടെ ഹിഡുമ്പി എന്ന നോവലിന്റെ പ്രകാശനം ആദ്യമേ പറയുകയാണ്. പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും നമ്മൾ ആഘോഷിച്ച കഥാപാത്രങ്ങളെയെല്ലാം മറിച്ച് നിരാകരിക്കപ്പെട്ട ഒരു കഥാപാത്രം സിന്ദൂരിയെ ആദ്യമേ തന്നെ സ്വാതന്ത്ര്യങ്ങളുടെ ഇന്ത്യ അടക്കം അനവധി ഗ്രന്ഥങ്ങളിലൂടെ നമ്മുടെ എം പി ചന്ദ്രശേഖര മാഷാണ്. അദ്ദേഹം നമ്മൾ വന്നിട്ടുള്ള ഒരു കൾച്ചറൽ ഇത്തരത്തിലുള്ള ഒരു ശ്രേണിയിൽപ്പെടുത്താവുന്ന ഒന്നായി മഹാഭാരതത്തെ ഉപലംബിച്ചുള്ള നിരവധി വർക്കുകൾ ശരിക്കും അത് അതെ ചർച്ച പിടിച്ചു. ഹിഡിമ്പി അല്ല, ഹിഡിമ്പി വായിക്കാൻ കണ്ടല്ലോ. ഇതിനെക്കുറിച്ച് ഹിഡുമ്പി എന്നുള്ള പുസ്തകം ഔപചാരികമായി പ്രകാശനം ചെയ്തതായി അറിയിച്ചുകൊള്ളുന്നു. ഇവർ ഉച്ചയ്ക്ക് ശേഷം അരുണുണ്ട്, അതുപോലെ തന്നെ ചന്ദ്രശേഖറുണ്ട്, ഇവരൊക്കെ കുറിച്ച് പ്രതിപാദിക്കാൻ. പക്ഷെ നമ്മളെ സ്പർശിച്ച ചില പുസ്തകങ്ങളുണ്ട്, അതിലൊന്നും അത്രത്തോളം ഭാവന ചിറക്ക് വിടർത്തി പറക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ ചടങ്ങിൽ പങ്കുചേരുന്നത്. സിന്ദൂരിയുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഹിഡുമ്പി എന്നുള്ളത്. സിന്ദൂരിയുടെ മുഖം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ആവേശഭരിതയായിട്ടാണ് സിന്ദൂരിയോട് ഇരിക്കുന്നത്, അല്ലേ? യഥാർത്ഥത്തിൽ എഴുത്തുകാരിയുടെ ആ ഒരു ഹൃദയകൽപ്പനയാണ് ഈ പുസ്തകത്തിലുള്ളത് എന്ന് പറയുന്നത് ഒരു അതിശയം വായിച്ചില്ല, പക്ഷെ ഇടം നൽകുന്നത് എന്നാണ് ഞാൻ കരുതുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ ഒരു പുസ്തകം വായിക്കുമ്പോൾ അത് ഒരുപക്ഷെ ഒരു പുരാണ ഇതിവൃത്തവും അതിൻ്റെ വ്യാഖ്യാനവും ഉദ്ദേശിച്ച പോലെ പരിചയപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇവിടെ വന്ന ശേഷമാണ് തൃശ്ശൂരിൽ അപ്പൊ എനിക്ക് വേണ്ടിയിട്ട് വന്ന് ഈ ചൂടത്ത് നിന്ന് ഇത്ര സമയം എന്നോടൊപ്പം നിന്ന് ഓരോരുത്തരോടും ഉദ്ദേശത്തിന്റെ ഭാഷയിൽ അത്രയും ആത്മാർത്ഥമായിട്ട് ഞാൻ നന്ദി പറയുകയാണ്. എല്ലാവരും തുടർന്നും എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് അത്രയും വലിയ പ്രതീക്ഷ എനിക്കുണ്ട്. ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദി. ഓക്കെ, കാര്യം ശരി. വരാമോ? അച്ഛനെ കണ്ടില്ലേ?